ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ 1986-ലും 1987-ലും UPSC ചോദിച്ച ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഓസോൺ ലെയർ ഈസ് കറക്റ്റ്? ഓസോണുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം, it protects the Earth's life forms by preventing the damaging UV radiations from reaching Earth's surface. radiations, UV റേസിനെ എർത്തിന്റെ സർഫസിൽ എത്താതെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമുക്കറിയാം. നമ്മൾ ഇന്നലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടതാണ്. പ്യൂമിസ് ഈസ് ഡെറൈവ്ഡ് ഫ്രം, ഇത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. വോൾക്കാനിക് റോക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോട്ട് ചെയ്യാട്ടോ, റോക്സ് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ശിലകൾ. Pumice is derived from volcanic rock ആണ്. Okay. High tides at the antipodes are caused due to. High tides ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ മൂൺ ആൻഡ് സൺ. എന്താണ് ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് ദ മൂൺ, അതുപോലെ തന്നെ സൺ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്യണം. The southern most part of India lies in, നമുക്കറിയാം തമിഴ്നാട്. സദേൺ മോസ്റ്റ് പാർട്ട് ഏതാ? കന്യാകുമാരിയാണ്. കന്യാകുമാരി ഏത് സംസ്ഥാനത്താണ്, ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാടിലാണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്സ് ഈസ് എ ട്രോപ്പിക്കൽ മൺസൂൺ ക്രോപ്പ്? ട്രോപ്പിക്കൽ മൺസൂൺ ആ സമയത്തുള്ള ക്രോപ്പ് ഇതിനകത്ത് ഏതാ? ഉത്തരം ഓപ്ഷൻ എ ആണ്. റൈസ് ആണ്. റൈസ് ഓപ്ഷൻ എ. Atmospheric temperature increases at a higher altitude due to. higher altitude ഹൈറ്റിലേക്ക് കയറുന്തോറും അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടും. അതിന്റെ റീസൺ എന്താണ്? കൺവെൻഷൻ ആണ്. ഇതെല്ലാം നമുക്ക് PSCയിൽ പഠിക്കാനുള്ളതാട്ടോ. 82ന്റെ ആൻസർ എ ആണ്. കൺവെൻഷൻ, റേഡിയേഷൻ, കണ്ടക്ഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നോട്ട് ചെയ്യുക. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റ് എ ഹയർ ഓൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു കൺവെൻഷൻ. Which of the following elements exist in maximum quantity in atmosphere? ഏതാണ്? നൈട്രജൻ ആണ്. നൈട്രജൻ എത്രയാണ്? 78% ആണ്. അത് കഴിഞ്ഞ് ഓക്സിജൻ 21%. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. PSC ചോദിക്കാറുള്ളതാണ്. അറ്റ്മോസ്ഫിയറിനകത്ത് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ചോദിക്കുവാണെങ്കിൽ നൈട്രജൻ, സെക്കൻഡ് പൊസിഷൻ ഓക്സിജൻ ആണ്. മിക്സഡ് ഫാമിംഗ് മീൻസ്, എന്താണ് മിക്സഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. അഗ്രികൾച്ചർ ഇൻവോൾവിംഗ് ക്രോപ്സ് ആൻഡ് ലൈഫ് സ്റ്റോക്ക്. രണ്ട് കാര്യങ്ങൾ വരും. ക്രോപ്സ്, വിളകളും വരും, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്കും വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൊട്ടേഷൻ ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്. ഡിഫറെന്റ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ സക്സഷൻ ടു മെയിൻറ്റെയിൻ ദ സോയിൽ ഫെർട്ടിലിറ്റി. പല പല ക്രോപ്സ്, വിളകൾ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് സോയിലിന്റെ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി. നോട്ട് ചെയ്യാട്ടോ, റൊട്ടേഷൻ ഓഫ് ക്രോപ്സ് ഒക്കെ SCERTക്കകത്ത് ഉള്ളതാണ്. Which of the following statements about കൽപ്പാക്കം ആറ്റോമിക് പവർ പ്ലാന്റ് ഈസ് ട്രൂ? ഒരു ഡെപ്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കൽപ്പാക്കം ആറ്റോമിക് പവർ പ്ലാന്റിനെ കുറിച്ച്. ഞാൻ എടുത്തേ ഉള്ളൂ, കാരണം UPSC ആണല്ലോ. ഡി ആണ്. 1 ഉം 2 ആണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ഇറ്റ് യൂസ്ഡ് ഫോർ ഫസ്റ്റ് ടൈം ദ യുറേനിയം പ്ലൂട്ടോണിയം മോണോകാർബൈഡ് ഫ്യൂവൽ. ഏതാണ്? ആദ്യമായിട്ട് യുറേനിയം പ്ലൂട്ടോണിയം മോണോകാർബൈഡ് ഫ്യൂവൽ യൂസ് ചെയ്തു. അപ് ടു 3,50,000 മെഗാവാട്ട് ഓഫ് പവർ. അന്നത്തെ ആട്ടോ, ചിലപ്പോൾ ഇപ്പൊ ഇത് മാറിക്കാണും. അന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എടുത്തേ ഉള്ളൂ. ദ മാക്സിമം ക്രോപ്ഡ് ഏരിയ ഓഫ് ദ കൺട്രി ഈസ് ഇൻ, എവിടെയാണ് മാക്സിമം? ഇവരിവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന മാക്സിമം ക്രോപ്ഡ് ഏരിയയുടെ ആൻസർ ഡി, ഉത്തർപ്രദേശ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഇത് അന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ്, അതായത് 1986-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയത്. ഇന്നത്തെ ഇതിപ്പോ ഡേറ്റ കിട്ടിയിരിക്കുന്നത് ദ സ്റ്റേറ്റ് വിത്ത് മാക്സിമം ക്രോപ്ഡ് ഏരിയ, ഏറ്റവും കൂടുതൽ ക്രോപ്സ് വരുന്ന ഏരിയ പഞ്ചാബ് എന്നാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡി ആണ്, ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ മാറിയിട്ടുണ്ടത്. പഞ്ചാബ് ഹാസ് ആൻ ആവറേജ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ലാൻഡ് has a high percentage of its land under cultivation, making it a major agriculture region. Food basket of the country. Punjab is known as the food basket of the country due to its significant contribution to India's food production, particularly wheat and rice. അപ്പൊ അന്നത്തെ ആൻസർക്ക് പ്രകാരം 1986 ആണ് കാലഘട്ടം. ഉത്തർപ്രദേശ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോ പഞ്ചാബ് ആണ്. നോട്ട് ചെയ്യാട്ടോ. അടുത്തത്, ദ ഏരിയാസ് ഇൻ ഇന്ത്യ ദാറ്റ് റിസീവ് approximately an average more than 200 centimeter rainfall annually. വർഷത്തില് 200 സെന്റിമീറ്റർ കൂടുതൽ എന്താണ് മഴ ലഭിക്കുന്നത് ഏതൊക്കെയാണ്? അവർ എ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം മേഘാലയ, ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്
എന്താണ് ഈ സ്ഥലങ്ങളുടെ ഒക്കെ പ്രത്യേകത? നോർത്ത് ഈസ്റ്റിലാണ് അല്ലേ? നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇപ്പൊ എവിടെയാ? മോസിൻഡ്രാം, അതൊക്കെ എവിടെയാണ്? നോർത്ത് ഈസ്റ്റിലാണ്. അപ്പൊ നോട്ട് ചെയ്യുക, മേഘാലയ. ഇത് അന്നത്തെ ഇതാട്ടോ. ഇന്നിപ്പോ അവര് കൊടുത്തിരിക്കുന്നത് ഇൻ ഇന്ത്യ ഏരിയാസ് റിസീവിംഗ് മോർ ദാൻ 200 സെന്റിമീറ്റർ റെയിൻഫോൾ ആനുവലി. അതിനകത്ത് വെസ്റ്റേൺ കോസ്റ്റ് വരും. വെസ്റ്റേൺ കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഗുജറാത്തിന്റെ ആ പൊസിഷനിലേക്ക് പോകും. സബ് ഹിമാലയൻ റീജിയൻസ് വരും. കണ്ടോ? മേഘാലയ ഹിൽസ് വരും, ആസാം വരും, ദ സദേൺ സ്ലോപ്പ് ഓഫ് ദ ഈസ്റ്റേൺ ഹിമാലയാസ്. കണ്ടോ? ഈസ്റ്റേൺ ഇതിലേക്ക് പോയി. പിന്നെ സ്റ്റേറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മേഘാലയ ഹിൽസ്, ആസാം, വെസ്റ്റ് ബംഗാൾ, വെസ്റ്റ് കോസ്റ്റ്, സദേൺ ഇൻക്ലൈൻസ് ഓഫ് ഈസ്റ്റേൺ, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് സ്റ്റേറ്റ്സ് ആണ്, അതായത് ഈസ്റ്റ് പോർഷൻ, ആ പോർഷൻ അവിടെ നന്നായിട്ട് കയറി വരും. മേഘാലയ, ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്. ജമ്മു ആൻഡ് കാശ്മീർ ഒന്നും ഒരിക്കലും വരത്തില്ല, നമുക്കറിയാം അല്ലേ? പിന്നെ ഓക്കെ, അത് നോട്ട് ചെയ്യാട്ടോ. ഈ ഷെയ്ഡഡ് പോർഷൻ ഏത് റീജിയൻ ആണ് കാണിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ പോർഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നോട്ട് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ ഡെപ്തിൽ തന്നെ ജോഗ്രഫിക്കകത്ത് SCRT കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഓരോ പോർഷന്റെ ക്ലൈമറ്റ് എങ്ങനെയാന്നൊക്കെ. പക്ഷെ ആ ഓരോ പോർഷനും ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ചുമ്മാ വായിച്ചു വിട്ടാൽ പോരാ. നമ്മുടെ മാപ്പിൽ ഏകദേശം എവിടെയായിട്ട് വരുന്നു. ചിലപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കയറി ചോദിക്കാം, കുറച്ചും കൂടെ ഡെപ്തിലാണെങ്കിൽ. Which of the following is the correct order of increasing size of the grains or soil particles? Clay എന്ന് പറഞ്ഞാൽ കളിമണ്ണ്, സാൻഡ് എന്ന് പറഞ്ഞാൽ മണല്, പിന്നെ സ്ലിറ്റ്, ഗ്രാവല്. ഇതിനകത്തൊക്കെ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ ചെറുതീന്ന് വലുതിലേക്കാണ് ചോദിച്ചത്. ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. അതിങ്ങനെ തന്നെയാട്ടോ. ABCD. ആദ്യം വരുന്ന ക്ലേ, കളിമണ്ണ്, പിന്നെ സ്ലിറ്റ്, അത് കഴിഞ്ഞ് സാൻഡ്, അത് കഴിഞ്ഞ് ഗ്രാവൽ. നോട്ട് ചെയ്യാട്ടോ. ക്ലേ, സ്ലിറ്റ്, സാൻഡ്, ഗ്രാവൽ. ഓക്കെ, ഗ്രാവൽ ആണോ അത് ഗ്രേവൽ ആണോ പ്രൊനൗൺസിയേഷൻ? എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എനിക്ക് പ്രൊനൗൺസിയേഷൻ ഇതിനകത്ത് പല വേർഡ്സും കുറച്ച് കട്ടിയുള്ളത് വരുന്നുണ്ട്. ഗ്രേവൽ ആണോ ഗ്രാവൽ ആണോ? എ ആണ് എന്തായാലും ആൻസർ. ABCD. ഓക്കെ. At a certain place, the Greenwich Mean Time is ahead by 12 hours. അത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാളും 12 മണിക്കൂർ കൂടുതൽ. ഇന്ത്യക്കാണെങ്കിലോ, നമുക്കാണെങ്കിൽ 5.5 മണിക്കൂറാണ് കൂടുതൽ. 180 ഡിഗ്രി വെസ്റ്റ് ആണ്. 180 ഡിഗ്രി വെസ്റ്റ് റീജിയനിലേക്കാണ് അത് പോകുന്നത്. ഇതിനേക്കാളും 12 hours കൂടുതലായിരിക്കും ആ റീജിയനിൽ. എക്സ്ട്രൂസീവ് റോക്സ് ആർ ഫോംസ് ഓഫ്. എക്സ്ട്രൂസീവ് റോക്സ് ഏതാണ്? ആർ ഫോംസ് ഓഫ്. ഏതിന്റെ ഫോംസ് ആണ്? ഇഗ്നിയസ് റോക്സിന്റെ ഫോംസ് ആണ്. നോട്ട് ചെയ്യാട്ടോ. എക്സ്ട്രൂസീവും ഇൻട്രൂസീവും നോട്ട് ചെയ്യുക. റോക്സ് ഇമ്പോർട്ടന്റ് ആണ്. Which of the following terms is used to denote the heavy rocks of lithosphere? ലിതോസ്പിയർ നമുക്ക് എർത്തിന്റെ ലെയേഴ്സിനെ കുറിച്ച്, ക്രസ്റ്റ്, മാന്റില്, കോറ്, അതിനകത്തൊക്കെ നമുക്ക് കയറി വരുന്ന ഒരു കാര്യമാണത്. അതിനകത്ത് ഹെവി റോക്സ് ഓഫ് ലിതോസ്പിയർ എന്ന് പറയുന്നത് ഏത് പോർഷൻ ആണ്? സിമയാണ്. സിമ, സിലിക്കയും മഗ്നീഷ്യവും. നോട്ട് ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഖാസി ആൻഡ് ഗാരോ ട്രൈബ്സ് മെയിൻലി ലീവ് ഇൻ എവിടെയാണ്? മേഘാലയ. ഖാസോ ആൻഡ് ഖാരി ഹിൽസ് നമ്മൾ പഠിക്കുന്നതാണ്. ഖാസോ, ഖാരോ കുന്നുകളൊക്കെ എവിടെയാണ്? മേഘാലയയിലാണ്. അവിടെ ഒരു ട്രൈബ്സ് ആണത്. The fuel used in fast breeder test reactor at കൽപ്പാക്കം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫ്യൂവൽ ഏതാണ്? ഉത്തരം വരുന്ന B ആണ്. തോറിയം ആണ്. തോറിയം. ഓസോൺ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ അബ്സോർബ്സ് നമ്മളിപ്പോ കണ്ടതാണ്. അൾട്രാവയലറ്റ് റേസ്. Which of the following is a conventional source of energy? Conventional source of energy ഏതാ? ഹൈഡ്രോ പവർ ആണ്. ഹൈഡ്രോ പവർ. ഓക്കെ, നോട്ട് ചെയ്യാട്ടോ. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. റീഡിംഗ് ഓഫ് ദ ബാരോമീറ്റർ ഗോയിങ് ഡൗൺ ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ്. ബാരോമീറ്ററിലെ റീഡിംഗ് താഴത്തേക്ക് പോന്നാൽ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? റെയിൻഫോൾ ആണ്, മഴയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാട്ടോ. ബാരോമീറ്റർ ഗോയിങ് ഡൗൺ. Which of the following is the correct group of ഖാരിഫ് ക്രോപ്സ്? ഏതൊക്കെയാണ് ഖാരിഫ് ക്രോപ്സ്? എ ആണ്. റൈസ്, മില്ലറ്റ്, മെയ്സ്, കോട്ടൺ. PSC ചോദിക്കുന്നതാണ്. സീസ്മിക് വേവ്സ് ദാറ്റ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദിയർ പാത്ത്. സീസ്മിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് ഇതുമൂലം ഉണ്ടാകുന്നതാണ് അല്ലെ? ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. ട്രാവൽ ത്രൂ ദ സോളിഡ് പാർട്സ് ഓഫ് ദ എർത്ത് ഓൺലി. സോളിഡ് ഭാഗത്തിലൂടെ മാത്രമാണ് അത് പാസ് ചെയ്ത് പോകത്തുള്ളൂ. സീസ്മിക് വേവ്സ് ദാറ്റ് വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദെയർ പാത്ത്. പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോൺ ആസ് കോസ്റ്റ് ലൈൻസ് ഓഫ് സബ്മർജൻസ്? അത് ഏതാണ്? റിയ കോസ്റ്റ് ആണ്. നീ ചുമ്മാ എടുത്തു എന്നുള്ളൂ കേട്ടോ.
ഓഫ് ദ ടോട്ടൽ വാട്ടർ ഓഫ് ദ എർത്ത് ഫ്രഷ് വാട്ടർ റിസർവ്സ് എന്തോരം ഉണ്ട് ഫ്രഷ് വാട്ടർ? നമുക്കറിയാം 2.7% ആണ് അല്ലെ ശുദ്ധജലം. അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 3% ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസും ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. UV റേസിനെ കുറിച്ചും റോക്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.